സ്വാഭാവികമായും ആദ്യം നിപ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. നിപ ജാഗ്രതയിൽ കേരളം. നിപ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല എന്നാണ് നിപ മെഡിക്കൽ ബോർഡ് ചെയർമാൻ വ്യക്തമാക്കുന്നത്. നെഗറ്റീവായവർ രോഗത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തരാണെന്ന് പറയാനാകില്ല എന്നും ഇനി വരുന്ന 21 ദിവസം അത് വളരെ നിർണായകമാണ് എന്നാണ് ഡോക്ടർ സുനിൽകുമാർ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. നിപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശങ്കകൾ ഒഴിവായി കൂടുതൽ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൈനംദിന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ ബോർഡിന് രൂപം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ മെഡിക്കൽ ബോർഡ് ചെയർമാൻ ഡോക്ടർ സുനിൽകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. ആശങ്കകൾ പൂർണ്ണമായും ഒഴിവായി എന്ന് പറയാൻ കഴിയുമോ? ഇല്ല, ആശങ്കകൾ പൂർണ്ണമായും ഒഴിവായി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് നമ്മൾ കണ്ടു. രോഗസുഷുപ്താവസ്ഥ എന്ന് പറയുന്നത് 7 മുതൽ 10 ദിവസം വരെയാണ്. അത്രയും ദിവസം ആയിട്ടില്ല. പിന്നെ ടെസ്റ്റുകൾ നെഗറ്റീവ് സാധാരണ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ മാത്രമേ സാധാരണഗതിയിൽ നിപ്പേൻ്റെ ടെസ്റ്റ് പോസിറ്റീവ്. ഈ 2 പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പൂർണ്ണമായ ആശങ്ക ആകുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വളരെ ക്ലോസ് കോൺടാക്ട്സിന് പോലും അസുഖ ലക്ഷണങ്ങളോ ടെസ്റ്റ് പോസിറ്റിവിറ്റിയോ ഇല്ലാത്തുള്ളത് ആശ്വാസം തരുന്ന ഒരു ഘടകമാണ്. എന്നാലും പൂർണ്ണമായി നമ്മളെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല തന്നെ പറയേണ്ടി വരും. ഇപ്പം നെഗറ്റീവായിട്ടുള്ള ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ ഈ നെഗറ്റീവായിട്ടുള്ള ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ പരിശോധന നടത്തിയത് രോഗലക്ഷണം ഉള്ളപ്പോഴാണോ? അല്ല, അവരെ രോഗലക്ഷണങ്ങൾ ഉള്ളവരില്ല. രോഗലക്ഷണങ്ങൾ അങ്ങനെ കാര്യമായി ആർക്കും കണ്ടിട്ടില്ല. ഒരാൾക്ക് പനിയുണ്ടായിരുന്നു, പക്ഷെ അവർക്കും നെഗറ്റീവായിട്ട് തന്നെയാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. അതിൽ ഒരാൾ കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്. അതിൽ കുറേ പേര് ആരോഗ്യ പ്രവർത്തകരാണ്. മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകർ കുറേ പേര് നിരീക്ഷണത്തിലുണ്ട്. മിംസ് ഹോസ്പിറ്റലിൽ കുട്ടിയെ കണ്ടതും പരിചരിച്ചതുമായ ആൾക്കാരും നിരീക്ഷണത്തിലുണ്ട്. പിന്നെ കുട്ടിയുടെ ബന്ധുക്കൾ, അങ്ങനെ 62 പേരാണ് ഇപ്പോൾ ഉള്ളത്. അതിലാരും ഇതുവരെ പോസിറ്റീവ് ആയിട്ടില്ല. കാര്യമായ ലക്ഷണങ്ങളും ആർക്കുമില്ല. ഈ നെഗറ്റീവായെങ്കിലും അവർ പൂർണ്ണമായും രോഗമുക്തരായി എന്ന് പറയാൻ കഴിയുമോ? അവർ എത്ര ദിവസത്തോളമാണ് ഇത്തരത്തിൽ നിരീക്ഷണത്തിൽ കഴിയേണ്ടി വരിക? ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ഇത്ര ദിവസം, ഈ 10 ദിവസം വരെ പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും 21 ദിവസം വരെ ശരിക്കും പറഞ്ഞാൽ ഈ രോഗം വരാനുള്ള സാധ്യതകളുണ്ട്. ഈ രോഗത്തിൻ്റെ മരണനിരക്ക് വളരെ കൂടുതലായതുകൊണ്ട് അത് അത്രയും ശ്രദ്ധിച്ച് ആ 21 ദിവസവും അവരെ ക്വാറന്റൈനിൽ ഇരിക്കുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ലക്ഷണങ്ങളില്ല, ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ അവർ രോഗത്തിൽ നിന്ന് മുക്തരായി, ബാക്കിയുള്ള ജനങ്ങൾ സുരക്ഷിതരായി നമുക്ക് പറയാം. എത്ര പേരാണ് ക്ലോസ് കോൺടാക്റ്റിലുള്ളത്? അവരൊക്കെ തന്നെ ഈ 21 ദിവസക്കാലം മെഡിക്കൽ കോളേജിലെ പ്രത്യേക നിരീക്ഷണ വാർഡിൽ തുടരുമോ? അതാണ് ശരിക്കും ഇപ്പോൾ പ്രശ്നവും. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനുള്ള ഒരു കാരണം അത് തന്നെയാണ്, ഇതിനെപ്പറ്റി തീരുമാനിക്കാൻ. കാരണം ഒരു രോഗമില്ലാതെ 21 ദിവസം മെഡിക്കൽ കോളേജിൽ ഒരു റൂം കഴിയുക പറഞ്ഞാൽ ആർക്കും അത്ര സുഖമുള്ള പരിപാടിയായിരിക്കില്ല. അവർ പലരും ഇപ്പം തന്നെ പ്രതിഷേധം അറിയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയോടും പലരും പരാതി പറഞ്ഞതായി അറിയാൻ പറ്റി. അതിനു വേണ്ടിയിട്ടാണ് ഇത് കൂടിയിട്ടുള്ളത്. പക്ഷേ മെഡിക്കൽ ബോർഡിൽ നിന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും മരണനിരക്കുള്ള, അതായത് 40 മുതൽ 75% വരെയാണ് മരണനിരക്ക്. കോവിഡിൽ അതിൻ്റെ കൂടെ മറ്റ് കോമോർബിഡിറ്റീസ്, അത് മറ്റ് അസുഖങ്ങളുള്ളവർക്കാണ് മരണനിരക്ക് കൂടുതലെങ്കിൽ നിപ്പക്ക് ആ വ്യത്യാസമില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്ന് മരിച്ചവരെല്ലാം വളരെ യങ് ആയിട്ടുള്ള, വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മരണനിരക്ക് ഇത്രയും കൂടുതലൊരു രോഗത്തിന് ഒരല്പം പോലും അപകട സാധ്യത ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ വേണം ചികിത്സ എന്നുള്ളതുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, അതായത് മെഡിക്കൽ കോളേജിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം വീട്ടിലുള്ള നിരീക്ഷണം, ഹോം ക്വാറന്റൈൻ, ഇപ്പം നമ്മൾ ഈ കോവിഡിന് കാലത്ത് എടുത്തെടുത്ത് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് പല പരാതിയും. പലരും കടയിൽ സാധനം വാങ്ങാൻ പോയി, പലരുമായിട്ടുള്ള ചടങ്ങുകളിൽ വരെ സംബന്ധിച്ചതായിട്ട്. അങ്ങനെ ഒരു അപകട സാധ്യത, ഇങ്ങനെ ഇത്രയും മരണനിരക്കുള്ളൊരു രോഗത്തിന് ആ ഒരു അപകട സാധ്യത നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അവർ ഇവിടെ തന്നെ നിൽക്കണം എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ഉപദേശം. ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മളെ ഈ ബോർഡ് കൊടുത്തിട്ടുള്ള ഉപദേശം. അതിന് കേരളത്തിൽ മൊത്തം നോക്കാൻ വേണ്ടി സ്റ്റേറ്റ് ബോർഡുണ്ട്. സ്റ്റേറ്റ് ബോർഡ് അതിൻ്റെ അവസാനത്തെ തീരുമാനം എടുക്കും. ഈ മെഡിക്കൽ ബോർഡിൻ്റെ ഒരു പ്രവർത്തനം ഏത് തരത്തിലാണ്? ദൈനംദിന കാര്യങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മെഡിക്കൽ ബോർഡ് 6 അംഗങ്ങളുള്ള ഒരു ബോർഡാണ്. അതിൽ മെഡിസിൻ HODയും എമർജൻസി മെഡിസിൻ HOD, അനസ്തീഷ്യ HOD എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും 11 മണിക്ക് കൂടി അന്നന്നത്തെ രോഗങ്ങളുടെ റിപ്പോർട്ട്, രോഗസ്ഥിതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് അതുപോലെ തന്നെ 11 മണിക്ക് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും. കൂടുതൽ ആർക്കെങ്കിലും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, പുതിയതായി ആരെങ്കിലും അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് ഈ മാനസിക പിന്തുണ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ എന്തെങ്കിലും നടപടിക്രമങ്ങൾ നീക്കി? അത് ഞാൻ വിട്ടുപോയി. നമ്മളെ സൈക്യാട്രി HODയും കൂടി ഇതിൻ്റെ ഭാഗമാണ്. ഈ പറയുന്ന ഇത്രയും കാലം അവരെ ഈ ഒരു മുറിയിൽ തനിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടി എല്ലാവർക്കും സൈക്യാട്രിക് കൗൺസിലിങ്ങും ഇവാലുവേഷനും അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് നോക്കുകയും ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രത്യേക പരിചരണം ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്.
ഈ കുട്ടിയുടെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിക്ക് മതിയായ ട്രീറ്റ്മെന്റ് കിട്ടിയില്ല എന്നൊക്കെയുള്ള ഒരു പരാതിയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് പക്ഷേ ഇത് മനസ്സിലാക്കാൻ വൈകി എന്നുള്ളതാണോ കാര്യം? അതിൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത് അന്വേഷണം വേണമെന്ന് പറഞ്ഞ് പല കോണുകളിൽ നിന്നും ആവശ്യം വരുന്നുണ്ട്. അത് അന്വേഷിക്കേണ്ടതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അന്വേഷിക്കണം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റില്ല. ഈ വളരെ ആശ്വാസകരമായ ദിവസങ്ങളാണോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടന്നുപോയത്? വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള ആശ്വാസകരമായ വാർത്തകളാണോ ഉണ്ടാവുക? ഈ പരിശോധനാ ഫലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ നിപ്പ വെച്ച് നോക്കുമ്പോൾ ഇത് ഇപ്രാവശ്യം വന്ന ഒറ്റ മരണത്തിൽ തന്നെ ഒതുങ്ങിയത്. പറഞ്ഞ നമ്മൾ ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞില്ല എന്ന് പറയാമെങ്കിലും വലിയൊരു പ്രശ്നമില്ലാതെ പോകാനാണ് സാധ്യത. നമ്മൾ എറണാകുളത്ത് രണ്ടാമതുണ്ടായ നിപ്പ ബാധ പോലെ ആവണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ ഫലം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടാനുള്ള കാലതാമസം മുമ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ അത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഈ രോഗലക്ഷണമുള്ള ആളുകളുടെ സാമ്പിളുകൾ നമ്മൾ ഇവിടെ തന്നെയാണ് പരിശോധിക്കുന്നത്. കൂടുതൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണോ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുക? കൂടുതൽ രോഗലക്ഷണങ്ങൾ വരെ പൂനെയിൽ അയച്ചിട്ടാണ് നമ്മളത് ഉറപ്പിക്കുന്നത്. കാരണം ഇത് അങ്ങനെയുള്ളൊരു രോഗമായതുകൊണ്ടും രോഗം ഇപ്പം കണ്ടല്ലോ, ഒരു ഒറ്റ കുട്ടി അസുഖത്തിലായപ്പോൾ എത്രയോ പേർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതായതുകൊണ്ട് അത് ഉറപ്പിക്കാൻ വേണ്ടി എന്തായാലും പൂനെയിലും കൂടി അയക്കുന്നുണ്ട് റിസൾട്ട്. പൊതുജനത്തിനോട് ഈ കാര്യത്തിൽ എന്താണ് മെഡിക്കൽ വിദഗ്ധൻ എന്ന നിലയിൽ പറയാനുള്ളത്? പൊതുജനത്തിനോടിപ്പോൾ ഇതിൻ്റെ റംബുട്ടാൻ ഈ വവ്വാല് കടിച്ച റംബുട്ടാനിൽ നിന്ന് വന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അപ്പം ഒരു ഭക്ഷണം ഈ ഉപയോഗിക്കുന്ന സമയത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയ ഇത് ഉപയോഗിക്കുക. വവ്വാലിൻ്റെ ആവാസ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും പഴങ്ങൾ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പനിയോ രോഗലക്ഷണങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വയം ചികിത്സ നടത്താതെ, കോവിഡ് നമുക്ക് ഒരു ഭാഗത്തുണ്ട്, അതിന് പുറമെ ഇതുമുണ്ട്. ഇത് ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ രോഗനിർണയം നടത്താൻ അല്പം വൈകിയാൽ പോലും മരണനിരക്ക് 100% തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ 75% ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശരീരവേദന, അപസ്മാര ലക്ഷണങ്ങൾ, ശ്വാസം മുട്ടൽ അങ്ങനെ എന്തുണ്ട്, അതിൻ്റെ കൂടെ പനിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ്. 258-ലധികം ആളുകൾ അതായത് ഈ മരിച്ച കുട്ടിയുമായി സമ്പർക്കം പുലർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് കൂടുതൽ അടുത്തിടപഴകിയ ആളുകളാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. മറ്റാളുകൾ വീടുകളിൽ കഴിയുകയാണ്. അവരോടൊക്കെ എന്താണ് ഒരു വിദഗ്ധൻ എന്നല്ലേ പറയാനുള്ളത്? അവരോടും പറയാനുള്ളത് ഇത് തന്നെയാണ്. രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും താമസിക്കാതെ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററുകളിലോ അവിടെയുള്ള ഡോക്ടർമാർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അവരെന്തായാലും മെഡിക്കൽ കോളേജുകളിലേക്കോ മറ്റുള്ള ഹയർ സെൻ്ററുകളിലേക്കോ വിടും. അപ്പോൾ അത് തന്നെയാണ് പറയാനുള്ളത്. കൂടുതൽ ആരോഗ്യകരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ചെറിയ ലക്ഷണങ്ങൾ പോലും അവഗണിക്കരുത്. എന്തായാലും ആശങ്കകൾ പൂർണ്ണമായും ഒഴിവായെന്ന് പറയാൻ കഴിയുകയില്ല. ആളുകൾ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് മെഡിക്കൽ ബോർഡിനും ഈ കാര്യത്തിൽ പറയാനുള്ളത്. ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. തീർച്ചയായും ഡോക്ടർ സുനിൽകുമാർ, ഈ മണിക്കൂറിൽ കേട്ട ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ. സ്വാഭാവികമായും ജനങ്ങൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടതും നമ്മൾ ആശങ്ക ഒഴിഞ്ഞു എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കണം എന്ന് ആവർത്തിച്ച് പറയുകയാണ് മെഡിക്കൽ വിദഗ്ധർ. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രനും കൂടി ചേരുന്നു. മാത്രമല്ല ഇന്ന് കൂടുതൽ റിസൾട്ട് കൂടി ലഭിക്കേണ്ടത്. സനോജ്, അത് വളരെ നന്നായി. അദ്ദേഹമായിട്ടുള്ള ആ അഭിമുഖം വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വരുന്ന 21 ദിവസം അതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൂർണ്ണമായി ആശ്വസിക്കാൻ, അല്ലേ? അതെ, ആശ്വാസ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. കാരണം കൂടുതൽ പരിശോധനാ ഫലങ്ങൾ, മരിച്ച കുട്ടിയുമായി ക്ലോസ് കോൺടാക്റ്റിലുള്ള ആളുകളുടെ പരിശോധനാ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവർ നെഗറ്റീവാണ് എന്നത് വലിയ ആശ്വാസകരം നൽകുന്ന കാര്യമാണ്. എങ്കിലും നമുക്കുള്ള പൂർണ്ണമായും ആശങ്ക ഒഴിവായി എന്ന് പറയാൻ കഴിയുകയില്ല എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപീകരിച്ച മെഡിക്കൽ ബോർഡിൻ്റെ ചെയർമാനായ ഡോക്ടർ ന്യൂസ് 18 വ്യക്തമാക്കിയത്. കാരണം ഈ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7-10 ദിവസങ്ങൾ നിർണായകമാണ്. ഈ ദിവസങ്ങൾക്കിടയിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ കുട്ടിയുമായി ബന്ധമുണ്ടായിരുന്ന ക്ലോസ് കോൺടാക്റ്റിലുണ്ടായിരുന്ന ആളുകൾക്ക് നെഗറ്റീവായിട്ടുണ്ടെങ്കിലും അവർക്ക് ഇനിയും രോഗം വരാനുള്ള സാധ്യതയൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ശക്തമായ നിരീക്ഷണത്തിൽ തുടരുക തന്നെ വേണം. ഇപ്പോൾ പരിശോധിച്ച ആളുകൾ 21 ദിവസം നിർബന്ധമായും ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ വേണമെന്നുള്ളതാണ് ഡോക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരോട് മെഡിക്കൽ കോളേജിൽ തുടരുവാൻ, മെഡിക്കൽ കോളേജിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള നിരീക്ഷണ വാർഡിൽ തുടരുവാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഈ രോഗികളല്ലാത്ത ആളുകൾ വെറുതെ ഈ വാർഡ് അടച്ചിട്ട റൂമിൽ ഇരിക്കുക എന്നുള്ളത് അവർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അവർ ആ കാര്യത്തിലുള്ള എതിർപ്പും ആശങ്കയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മന്ത്രിയോടും ഈ കാര്യത്തിൽ പരാതി പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് മെഡിക്കൽ ബോർഡിന് ഇവർ 21 ദിവസം തുടരണമെന്നുള്ളതാണ് നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന തലത്തിലുള്ള മെഡിക്കൽ ബോർഡാണ് എന്നും ഡോക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്.
എന്തായാലും ഇന്ന് കൂടുതൽ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരും. ഇപ്പോൾ നിലവിൽ 46 പരിശോധനാ ഫലങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് 46 നെഗറ്റീവാണ് എന്നതാണ് ഏറ്റവും ആശ്വാസകരം. നിലവിൽ 62 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 258 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മറ്റുള്ള ആളുകളൊക്കെ തന്നെ അവരവരുടെ വീടുകളിലാണ്. ഈ കാര്യത്തിൽ ഡോക്ടർ പറയുന്ന കൃത്യമായ നിർദ്ദേശമെന്ന് പറയപ്പെടുന്നത് ഈ സമ്പർക്ക പട്ടികയിലുള്ള നേരിയ സമ്പർക്കം പോലും ഉണ്ട് എന്ന് പറഞ്ഞ് 258 ആളുകൾ അവർ കൃത്യമായി ക്വാറന്റൈൻ പാലിക്കണം. ഇത് ഒരു അപകടകരമായ രോഗമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. കാരണം 7 മുതൽ 10 ദിവസത്തിനിടയിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. 21 ദിവസം നിർണായകമാണ്. ആ 21 ദിവസങ്ങൾ അവർ അവരുടെ വീടുകളിൽ തന്നെ കഴിയണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മറ്റൊരു കാര്യമെന്ന് പറയപ്പെടുന്നത് ഭോപ്പാലിൽ നിന്നുമുള്ള സംഘത്തിൻ്റെ വരവാണ്. അവർ ഇതിൻ്റെ ഉറവിട സാധ്യത തേടിയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഭോപ്പാലിൽ നിന്നും അവർ യാത്ര തിരിച്ചിട്ടുണ്ട്. റോഡ് മാർഗ്ഗമാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെയോടുകൂടി കോഴിക്കോട് എത്തിച്ചേരും. കോഴിക്കോട് എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ മൃഗസംരക്ഷണ വകുപ്പും ഒപ്പം തന്നെ വനം വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെ സംയുക്തമായി ചേർന്നുകൊണ്ട് ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. എന്തായാലും ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ്. അത് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ്. നമ്മൾ എടുത്തു പറയേണ്ടത് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റാണ്. കൊറോണയെ പോലെയല്ല നിപ്പ. നമ്മൾ ഒന്ന് ഡയഗ്നോസ് ചെയ്യാൻ ഇത്തിരി ലേറ്റ് ആയാൽ പോലും 100% അടുത്ത് 40 തൊട്ട് 75% വരെ മരണനിരക്ക് അത് സ്വാഭാവികമായിട്ടുണ്ട്. അത് നമ്മൾ അത് ഡയഗ്നോസ് ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് 100% അടുത്തേക്ക് മരണനിരക്ക് പോകുന്ന രോഗമാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരു അവസരവും നമ്മൾ സ്വയം ചികിത്സ തീരെ പാടില്ല എന്നാണ് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. വീട്ടിലിരുന്ന ഒരു ചെറിയ പനി വന്നു കഴിഞ്ഞാൽ അതൊരു ഡോക്ടറെ ഒന്നും കാണിക്കാതെയുള്ള ചികിത്സ അത് മറ്റൊരു ഗുരുതരമായ ഒരു സിറ്റുവേഷനിലേക്ക് ആ ഒരു പോയിന്റ് കൂടി അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അതായത് ആ പ്രദേശത്തുള്ളവർ ആ നിരീക്ഷണത്തിലുള്ളവർ ഒരു തരത്തിലും സ്വയം ചികിത്സയ്ക്ക് പോകരുത് അല്ലേ? തീർച്ചയായിട്ടും പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർ സ്വയം ചികിത്സയ്ക്ക് പോകരുത്. കാരണം ഈ രോഗം തിരിച്ചറിയാൻ അല്പം വൈകിയാൽ പോലും അത് വലിയ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. കാരണം ഈ രോഗം വന്നു കഴിഞ്ഞാൽ കോവിഡ് പോലെയല്ല, 40 മുതൽ 70% വരെ മരണസാധ്യതയാണ് ഉള്ളത്. നമുക്കറിയാം 2018 അനുഭവം നമുക്കുണ്ട്. വളരെ ചുരുക്കം ചില ആളുകൾ 2 പേർ മാത്രമാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. അവർ ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ മരണമടയുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് നമുക്ക് ഈ രോഗത്തിൻ്റെ ഒരു തീവ്രതയെ സംബന്ധിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ കുറേ കൂടി ബോധവാന്മാരാണ് ഈ നിപ്പയുടെ കാര്യത്തിൽ. പക്ഷേ അങ്ങനെ ബോധവാന്മാരാകുമ്പോൾ പോലും ഈ നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകളും ഒപ്പം തന്നെ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളും എന്തെങ്കിലും തരത്തിൽ അവരുടെ ക്വാറന്റൈനിൽ ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും. കാരണം ഈ രോഗം വളരാൻ ഉള്ള സാധ്യത ഇനിയും ദിവസങ്ങൾ എടുക്കും. അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ എടുത്തു കഴിയുമ്പോഴാണ് ഈ രോഗമാണെന്ന് തിരിച്ചറിയാൻ കഴിയുക. അപ്പോൾ സ്വാഭാവികമായും ഇവർ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതത്തിന് ഇടയാക്കും. അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. കാരണം മരണനിരക്ക് വലിയ തോതിലുണ്ട്. 40 മുതൽ 70% വരെയാണ്. കോവിഡിനെ പോലെയല്ല കാര്യങ്ങൾ. കോവിഡ് അത്രത്തോളം മരണസാധ്യതയില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. അതുകൊണ്ട് ആശങ്കകൾ ഒഴിവായി എന്ന് പൂർണ്ണമായും പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും സാഹചര്യത്തിൽ പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉള്ളവർ, പ്രത്യേകിച്ച് നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകളും സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളും ഇന്ന് പുതിയതരം രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലത്തിൽ അത്തരത്തിൽ രോഗലക്ഷണങ്ങളുള്ളവർ കൃത്യമായും സ്വയം ചികിത്സ നടത്താതെ അടുത്തുള്ള ആശുപത്രികളിലെത്തി ചികിത്സ തേടണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. ഗോപി, സനോജാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.newseighteen.com. ഇനി നമുക്ക് രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള വാർത്തകളാണ്. അതിൽ ആദ്യം ഇടം പിടിക്കുന്നത് കെ ടി ജലീലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വാർത്തകളും തന്നെയാണ്. ഇന്ന് മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിൽ കെ ടി ജലീൽ MLA EDയുടെ മുന്നിൽ ഹാജരാവുകയാണ്. കൂടുതൽ തെളിവുകൾ കൈമാറാനായാണ് ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി കെ ടി ജലീൽ എത്തുക. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറും TG സജിത്തും ചേരും. ആദ്യം അനീഷിലേക്ക്. അനീഷ്, ഇന്ന് കൂടുതൽ തെളിവുകളുമായി EDക്ക് മുന്നിലെത്തുകയാണ് കെ ടി ജലീൽ. ഇന്നത്തെ ദിവസം ഏത് രീതിയിലുള്ള തെളിവുകളുമായിരിക്കും EDയിൽ ഹാജരാവുക കെ ടി ജലീൽ? ദിവ്യ, ചന്ദ്രിക ദിനപത്രത്തിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയിൽ സംബന്ധിച്ച ഹർജി സമർപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് EDയും ഇക്കാര്യത്തിൽ കക്ഷിയേർത്ത് തൊട്ട് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ED അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച MLA കെ ടി ജലീലിനെ വിജിലൻസ് വിളിപ്പിച്ചിരുന്നു. വിജിലൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചിരുന്നു. നിർണായകമായ
പല വിവരങ്ങളും നൽകിയതായി അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ തുടർച്ച എന്ന വണ്ണമാണ് കൂടുതൽ തെളിവുകൾ നൽകുന്നതിനുള്ള ഒരു സാവകാശം ചോദിക്കുകയും ED ഇന്ന് 4 മണിക്ക് ഹാജരാവാൻ പറയുകയും ചെയ്തത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കുന്നതിനാണ് ഇന്ന് വിളിപ്പിച്ചിരിക്കുന്നത്. ഈ തെളിവുകൾ കൃത്യമായി EDയുടെ മുമ്പാകെ ഹാജരാക്കും എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 7 രേഖകൾ, ഈ കള്ളപ്പണ വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട 7 രേഖകൾ താൻ EDക്ക് മുന്നാകെ സമർപ്പിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഉച്ച കഴിഞ്ഞ് അദ്ദേഹം കൊച്ചിയിൽ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മുസ്ലിം ലീഗിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പോലും ഏറെ നിർണായകമായ ഒരു കാര്യങ്ങളാണ് ഈ തെളിവുകൾ. കാരണം ഈ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ പോലും ചില ഭിന്നതകൾ ഉടലെടുക്കുകയും PK കുഞ്ഞാലിക്കുട്ടിയുമായി ചില ഉരുസലുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ പിടിച്ചൊലച്ച സംഭവങ്ങളാണ്. അതെല്ലാം ഈ ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയായിരുന്നു. നേരത്തെ നോട്ട് നിരോധന കാലത്ത് ഏതാണ്ട് 10 കോടി രൂപ ചന്ദ്രിക ദിനപത്രത്തിൻ്റെ അക്കൗണ്ടിലൂടെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ വെളുപ്പിച്ചെടുത്തു എന്നാണ് ആരോപണം ഉയരുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ശാഖയിലും ഒപ്പം കലൂരിലെ SBIയുടെ ശാഖയിലുമായി 2 തവണയായി പണം നിക്ഷേപിച്ചിരുന്നു എന്നാണ് കണ്ടെത്തിയത്. പിന്നീട് ചന്ദ്രിക ദിനപത്രത്തിൽ നടത്തിയ പരിശോധനയിലും ഇത്തരം ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് ED കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായ തെളിവുകൾ KT ജലീൽ നൽകുകയാണെങ്കിൽ തുടർന്നുള്ള അന്വേഷണത്തെ വലിയ രീതിയിൽ ഇത് സഹായിക്കും. മുസ്ലിം ലീഗ് വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാവും നീങ്ങുകയും ചെയ്യുക. യെസ് അനീഷ്, ഇപ്പോൾ TG സൈത്ത് കൂടി ചേരുന്നതിൻ്റെ രാഷ്ട്രീയമായിട്ട്. സൈത്ത്, അനീഷ് പറഞ്ഞ പോലെ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ, ഉണ്ടോ എന്നുള്ളത് സമർപ്പിച്ചറിയാം, ഉണ്ടെങ്കിൽ അത് ലീഗിന് വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും. പക്ഷേ മറ്റൊരു കാര്യമുള്ളത്, ED ഒരു പ്രാവശ്യം ചോദ്യം ചെയ്തതിനു ശേഷം EDയിൽ വലിയ വിശ്വാസമുള്ളയാൾ എന്ന് മുഖ്യമന്ത്രി തന്നെ വിശേഷിപ്പിച്ച KT ജലീൽ വീണ്ടും EDക്ക് മുന്നിലെത്തുകയാണ്. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ രാഷ്ട്രീയം? ഗോപി സൂചിപ്പിച്ച പോലെ KT ജലീലിന്റെ ED അനുകൂല പ്രസ്താവന വലിയ വിവാദങ്ങളുണ്ടാക്കി, കടുത്ത വെല്ലുവിളികളുണ്ടാക്കിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ തെളിവുകളുമായി ഹാജരാവുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അതിന് രാഷ്ട്രീയമായ പുതിയ മാനങ്ങൾ കൂടി ഉണ്ട് എന്നതാണ് അതിന്റെ പ്രത്യേകത. മുഖ്യമന്ത്രിയുടെ വിമർശനം, അതിനുശേഷം അത് ഉൾക്കൊണ്ടുകൊണ്ട് KT ജലീൽ നടത്തിയ പ്രസ്താവന. പക്ഷേ ഇതിലൊന്നും അദ്ദേഹം EDയെ അന്വേഷിക്കണമെന്ന് തന്റെ നിലപാട് അദ്ദേഹം തിരുത്തിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് വിമർശിക്കാൻ അധികാരമുണ്ട് എന്ന് പറയുമ്പോഴും PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ആരോപണമോ താൻ ED അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട നിലപാടിൽ തിരുത്തൽ വരുത്താനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നതാണ് പ്രത്യേകത. എന്തായാലും ഇന്ന് അദ്ദേഹം EDക്ക് മുന്നിൽ ഹാജരാവുകയാണ്. ഇതിൽ മറ്റ് വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും ED സംസ്ഥാനത്തെ കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നതിനെതിരെ ശക്തമായ നിലപാടെടുത്ത സർക്കാരിന്റെ ഒരു ഭരണകക്ഷി MLA എടുത്ത നിലപാടിനെ മുഖ്യമന്ത്രി ചോദ്യം ചെയ്തു എന്നതൊക്കെയാണ് CPM കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം. എന്തായാലും ഇന്ന് ഈ വിഷയത്തിൽ ഹാജരാവുന്നതിന്റെ ഭാഗമായി KT ജലീൽ ഇന്നലെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ച ശേഷം താൻ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാടും അക്കാര്യങ്ങളുമൊക്കെ ധരിപ്പിച്ച ശേഷം ഇന്ന് EDക്ക് മുന്നിൽ ഹാജരാവുന്നു എന്നതാണ് സാഹചര്യം. കാരണം മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് ശേഷവും അദ്ദേഹം EDക്ക് മുന്നിൽ വീണ്ടും എത്തുമ്പോൾ സ്വാഭാവികമായും അതൊരു പുതിയ രാഷ്ട്രീയ വിവാദവും വലിയ ചർച്ചകൾക്കും ഇടവെക്കാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൂടി അദ്ദേഹം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് വേണം നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ. എന്തായാലും മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയെ വലിയ വിവാദങ്ങൾ ഒരു ഊഹത്തിലെത്തുകയാണെങ്കിൽ ചന്ദ്രികാ ദിനപത്രവും ലീഗും കുഞ്ഞാലിക്കുട്ടിയും മാത്രമായിരിക്കും പ്രതിക്കൂട്ടിൽ ഉള്ള തെളിവുകളിൽ, അല്ലാതെ അത് സഹകരണ മേഖലയിലേക്ക് വരില്ല. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അതാവണം KT ജലീൽ നൽകിയിരിക്കുന്ന ഉറപ്പ്. പക്ഷേ അതിന്റെ പ്രത്യേകതയുള്ളത് അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇതിൽ പ്രശ്നമുണ്ടാക്കുന്നത്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തട്ടെ, സഹകരണ മേഖലയിൽ സഹകരണ ബാങ്ക് AR നായർ ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അന്വേഷണം നടത്തട്ടെ എന്ന KT ജലീലിന്റെ പ്രസ്താവന ഉണ്ടാക്കിയ വിവാദം അത് ഭരണമുന്നണിയിൽ മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള വലിയ വിമർശനങ്ങൾക്ക് ഇടവെച്ചിരുന്നു. സമാനമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം KT ജലീൽ ഉന്നയിച്ച ആ ആരോപണങ്ങളുടെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം ഇന്ന് EDക്ക് മുന്നിൽ എത്തുന്നത് എന്ന പ്രത്യേകതയാണുള്ളത്. സ്വാഭാവികമായും CPM കേന്ദ്രങ്ങളിലൊക്കെ അത് ആ തരത്തിൽ വലിയ ചർച്ചകൾക്കും പുതിയ രാഷ്ട്രീയ നീക്കത്തിന്റെ സൂചനയാണോ എന്ന സംശയങ്ങളൊക്കെ ഇടവച്ചിട്ടുമുണ്ട്. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഇന്നലെ മുഖ്യമന്ത്രിയുമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹം EDക്ക് മുന്നിലെത്തുകയാണ്, തെളിവുകൾ ഹാജരാക്കും എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അനീഷ്, ഒരു കാര്യം, ED തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഹാജരാക്കേണ്ടി തന്നെ വരും തെളിവുകളുണ്ടെങ്കിൽ.
പക്ഷേ അനീഷ് പറഞ്ഞ പോലെ തന്നെ ലീഗിൻ്റെ മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം ലീഗിന് വലിയ ആശ്വാസമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. എങ്ങനെയാണ് ലീഗ് കേന്ദ്രങ്ങളുടെ പ്രതികരണം? ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഗോപി. ഒന്ന്, AR സഹകരണ ബാങ്കിലേക്ക് ഈ അന്വേഷണം നീങ്ങില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം സഹകരണ മേഖലയിലേക്കുള്ള EDയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് CPM-ഉം സംസ്ഥാന സർക്കാരും ഏറെ ആകുലരാണ്. കാരണം പല ബാങ്കുകളിലും ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നു, അത്തരം ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇവിടെ കേസിലേക്ക് വരുമ്പോൾ ഈ ചന്ദ്രികയിലെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണം തീർച്ചയായും നീങ്ങുക ഈ PK കുഞ്ഞാലിക്കുട്ടിയിലേക്ക് തന്നെയാണ്. അങ്ങനെയെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായി ഒരു പരിശോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. KT ജലീൽ തന്നെ ആരോപിച്ചത് കുഞ്ഞാലിക്കുട്ടിയും മകനും ഒക്കെ ബിനാമി പേരുകളിൽ നിരവധി വലിയ അളവിലുള്ള പണം ഈ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചു എന്നാണ്. അങ്ങനെയെങ്കിൽ ന്യായമായും ഈ സഹകരണ ബാങ്കിൻ്റെ ഇടപാടുകളിലേക്ക് കൂടി കേസ് നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ED സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ ഇത്തരം രാഷ്ട്രീയ പ്രേരിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള കേസുകളിൽ അന്വേഷണം നടത്തുക എന്നത് അവർക്ക് തികച്ചും വളരെ അനുകൂലമായൊരു നിലപാടാണ് EDക്കൊക്കെ ഉള്ളതെന്നാണ് നമുക്ക് കഴിഞ്ഞ കുറേ കേസുകളായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ലീഗ് രാഷ്ട്രീയത്തിലേക്ക് മെല്ലെ ഈ അന്വേഷണത്തിലൂടെ നടന്നു കയറാൻ പറ്റും എന്നൊരു കണക്കുകൂട്ടൽ EDക്ക് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കള്ളപ്പണം എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ചന്ദ്രിക ദിനപത്രത്തിൻ്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച പണം എവിടെ നിന്ന് വന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു വിവരം നൽകേണ്ടതുണ്ട്. കാരണം ബാങ്കിലും മറ്റും പണം നിക്ഷേപിച്ചപ്പോൾ കൃത്യമായ രേഖകൾ ഇതിനകം തന്നെ EDക്ക് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ചന്ദ്രികയുടെ ഭാഗത്തു നിന്ന് നൽകുന്ന വിശദീകരണം ഇത് വരിസംഖ്യയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പരസ്യ വരുമാനവുമായി ബന്ധപ്പെട്ട പണമൊക്കെയാണ് അടച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അക്കൗണ്ടുകളെക്കുറിച്ച് കൂടുതൽ സുതാര്യമായ വിവരങ്ങൾ നൽകേണ്ടി വരും. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ കൃത്യമായൊരു ഉത്തരം പറയേണ്ടി വരും, അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി ഉത്തരം പറയേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ലീഗ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയത് ഇത് കള്ളപ്പണമൊന്നുമല്ല, കൃത്യമായ ആളുകളിൽ നിന്നും പിരിച്ചെടുത്ത പണമാണ് നൽകിയതെന്നൊക്കെയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ സർക്കാരിൻ്റെ ഒരു പരോക്ഷ പിന്തുണ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു പരോക്ഷ പിന്തുണ ഈ വിഷയത്തിൽ ലീഗിനുണ്ട് എന്നാണ് ഈ സഹകരണ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ അനീഷ് പറഞ്ഞതുപോലെ തന്നെ ഇരുതല മൂർച്ചയുള്ളൊരു ആയുധമാണ് കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയമായി ദുരുപയോഗിക്കുന്ന ഏജൻസി എന്ന് സംസ്ഥാനം തന്നെ ആരോപിക്കുന്ന ഒരു ഏജൻസിയിലേക്ക് ഭരണകക്ഷിയായ MLA കൊണ്ടുവച്ചെന്ന് കൊടുക്കുന്നത്. അതിൻ്റെ അനുരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ CPM കേന്ദ്രങ്ങളുടെ പ്രതികരണങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളോ വരും ദിവസങ്ങളിലെ വ്യക്തമാക്കാൻ കഴിയുള്ളൂ അല്ലേ? തീർച്ചയായും അങ്ങനെ വേണം നമുക്ക് കരുതാൻ. അതായത് ഗോപി സൂചിപ്പിച്ച പോലെ ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയ പ്രതിയോഗിക്കെതിരെ ഉപയോഗിക്കുന്ന ആരോപണങ്ങൾ അതിൽ EDയെ പുകഴ്ത്തിയും ഒപ്പം ED അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുമൊക്കെ നടത്തുന്ന നീക്കങ്ങൾ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നതാണ് അതിന്റെ രാഷ്ട്രീയമായ സാധ്യതയെ CPM വിലയിരുത്തുന്നത്. കാരണം അത് പിന്നീട് സംസ്ഥാനത്തിന്റെ സഹകരണ മേഖലയിലേക്ക് അടക്കം കടന്നു കയറുന്നതിന് വഴിയൊരുക്കും. അതിന്റെ ഒരു ജാഗ്രതയില്ലാത്ത പ്രസ്താവനയാണ് ഒരു ഭരണകക്ഷി MLA നടത്തിയത്. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ആരോപണമാണെങ്കിൽ കൂടിയും ഇതുണ്ടാക്കാവുന്ന പ്രതിസന്ധി മറ്റു വളരെ വലുതാണ്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം എന്തുകൊണ്ട് KT ജലീൽ നടത്തിയില്ല തുടങ്ങിയ ചോദ്യങ്ങളാണ് CPM കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. അതിനുള്ള കടുത്ത അതിർത്തി ഇന്നലെ തന്നെ അവർ ജലീലിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷവും അദ്ദേഹം ഇന്ന് EDക്ക് മുന്നിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയമായ വിവാദത്തിന് സാധ്യത വളരെ വലുതാണ്. കാരണം ഇത് നേരത്തെ ലഭിച്ച നോട്ടീസാണ്, മുൻപെടുത്ത നിലപാട് അതിന്റെ ഭാഗമായി വീണ്ടും EDക്ക് മുന്നിൽ എത്തുന്നു എന്ന് അദ്ദേഹം CPM കേന്ദ്രങ്ങളെ തന്നെ KT ജലീൽ അറിയിച്ചിട്ടാണ് ഇന്ന് അദ്ദേഹം കൊച്ചിയിൽ എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും ജലീല് EDക്ക് മുന്നിൽ നടത്തുന്ന നീക്കങ്ങളൊക്കെ തന്നെ പുതിയ വിവാദങ്ങൾക്ക് വഴിവെക്കും. അത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ആയുധമാണ്. കാരണം PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞു എന്നതാണ് ഇന്നലെയൊക്കെ ലീഗ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ആ തരത്തിൽ പ്രതിപക്ഷവും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളും ആയുധമാക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി ഇന്നത്തെ ഈ ജലീലിന്റെ EDക്ക് മുന്നിൽ ഹാജരാവുന്നത് സ്വാഭാവികമായും അത്ര പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ മാറും. അനീഷും സൈത്തുമാണ് വിവരങ്ങൾ നൽകിയത്. വരും മണിക്കൂറുകളിലും ഈ രാഷ്ട്രീയ വിവാദം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. മറ്റ് വിഷയങ്ങളിലേക്ക്. കോഴിക്കോട് ചെങ്ങോട്ടുമലയിൽ 12 ഏക്കർ സ്ഥലത്ത് ഖനനം നടത്താനുള്ള ഡെൽറ്റ ഗ്രൂപ്പ് നീക്കത്തിന് തിരിച്ചടി വന്നിരിക്കുന്നു. ഖനനത്തിന് അനുമതി നൽകരുത് എന്നാണ് പാരിസ്ഥിതികാഘാത നിർണയ സമിതിയുടെ ശുപാർശയിൽ പറയുന്നത്. വിവരങ്ങളുമായി വിനേഷ് ചേരുകയാണ്. വിനേഷ്, ചെങ്ങോട്ടുമല നിവാസികൾക്ക് ഏറെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. അവിടെ ഖനനം പാടില്ല എന്നാണ് പറയുന്നത്. മറ്റെന്തൊക്കെയാണ് സമിതിയുടെ ശുപാർശയിൽ പറയുന്നത്?
3 വർഷത്തിലധികമായി ചെങ്ങോട്ടുമലയ്ക്ക് ചുറ്റും കഴിയുന്ന 3 പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ആളുകൾ സമരത്തിലാണ്. അതായത് 80 ഏക്കർ ഭൂമിയാണ് പത്തനംതിട്ട ആസ്ഥാനമായുള്ള ഡെൽറ്റ ഗ്രൂപ്പ് ഇവിടെ വാങ്ങിയത്. ഇതിൽ 12 ഏക്കർ ഭൂമിയിൽ കരിങ്കൽ ഖനനം നടത്താനായിരുന്നു ഡെൽറ്റ ഗ്രൂപ്പിന്റെ നീക്കം. ഇതേ തുടർന്നാണ് ജനങ്ങൾ സമരരംഗത്ത് ഇറങ്ങിയത്. ചെങ്ങോട്ടുമലയിലെ കരിങ്കൽ ഖനനത്തിന് പാരിസ്ഥിതിക നൽകരുതെന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന പാരിസ്ഥിതികാഘാത നിർണയ സമിതിയായ സിയാക് സർക്കാരിന് ശുപാർശ നൽകിയിട്ടുള്ളത്. ജൂലൈ 23-ന് സിയാക് ചെയർമാൻ സി ഭാസ്കറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം 7-അംഗ സംഘം ചെങ്ങോട്ടുമല സന്ദർശിച്ചിരുന്നു. മുമ്പ് സിയാക്കിലെ 2 അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ച് നൽകിയ റിപ്പോർട്ട് ഡെൽറ്റ ഗ്രൂപ്പിന് അനുകൂലമായിരുന്നു. ഇതേ തുടർന്ന് സമരസമിതി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണം, അതായത് സിയാക്ക് തങ്ങളുടെ ഭാഗം കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സിയാക് ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ആശ്വാസം തന്നെയാണ് ചെങ്ങോട്ടുമല നിവാസികൾക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം ഒരു കാരണവശാലും ഇവിടെ ഖനനം നടത്താൻ അനുവദിക്കില്ലെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 3 വർഷത്തിലധികമായി സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി വരുന്ന ഇടയിലാണ് ഇത്തരത്തിൽ ഒരു സിയാക്കിന്റെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി ഇവിടെ ഖനനത്തിനുള്ള ഒരു സാധ്യത വിരളമാണ് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്. അതാണ് സമരത്തിന് ഏറെക്കുറെ ഫലം കണ്ടു എന്ന് പറയാം. അവിടെ ഖനനം നടത്താൻ പാടില്ല എന്ന ഒരു ശുപാർശയാണ് പാരിസ്ഥിതികാഘാത നിർണയ സമിതി നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് എസ് വിനേഷ് കുമാർ നൽകിയത്. പാട്ടുപാടാൻ ഒരു സൈക്കിൾ റിപ്പയറിംഗ് ഷോപ്പ്. റിപ്പോർട്ട് കാണാം വാർത്തയിലേക്ക്. സ്ത്രീത്വത്തെ അപമാനിക്കുന്നവർക്കെതിരെ പോരാട്ടം തുടരുമെന്ന് ഹരിത പ്രസിഡന്റ് മുഫീദ തസ്നി. 10 വർഷത്തെ ഹരിതാനുഭവം അതിന് പ്രാപ്തരാക്കിയിട്ടുണ്ട്. തെറ്റിനെതിരെ വിരൽ ചൂണ്ടിയില്ലെങ്കിൽ കുറ്റബോധമുണ്ടാകുമെന്നും മുഫീദ ഒരു ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. മുഹമ്മദ് ഷഹീദ് ചേരുകയാണ്. ഷഹീദ്, ഇന്നലെ ഹരിത പിരിച്ചുവിട്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ദിനപത്രത്തിൽ പറയുന്നു പോരാട്ടം തുടരുമെന്ന്. എന്താണ്, ലീഗിനെതിരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ലേഖനത്തിൽ പറയുന്നത്? ധന്യ, ഇന്നലെ മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം പിരിച്ചുവിട്ട ഹരിത സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് മുഫീദ തസ്നി. മുഫീദ തസ്നി പിരിച്ചുവിട്ട നടപടിയെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനത്തിലാണ് പരാമർശങ്ങൾ നടത്തുന്നത്. അതായത് സംഘടനയ്ക്കുള്ളിൽ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴാണ് പ്രതികരിക്കാൻ തങ്ങൾ തയ്യാറായത്. പക്ഷെ അപ്പോൾ പാർട്ടി നേതൃത്വത്തിൽ നിന്നും നീതി പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത് ഉണ്ടായില്ല. സംഘടനയ്ക്കുള്ളിൽ അടിച്ചമർത്തലിന് വിധേയരായി കഴിയുന്ന ഒരു വിഭാഗമുണ്ട്, പക്ഷേ ആത്മാഭിമാനത്തോടുകൂടി പോരാട്ടം നടത്തുന്നവരുമുണ്ട്. ഞങ്ങൾ പോരാട്ടം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്, അടിച്ചമർത്തലിന് വിധേയരാവാൻ തയ്യാറല്ല എന്നുള്ള പരാമർശങ്ങൾ ലേഖനത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പാർട്ടിക്കോ പാർട്ടിയുടെ ആശയത്തിനോ സംഘടനക്കോ എതിരല്ല തങ്ങൾ പോരാട്ടം നടത്തിയത്. പാർട്ടിയിലെ ചില ഭാരവാഹികൾക്കെതിരെയാണ്, തെറ്റ് ചെയ്ത ഭാരവാഹികൾക്കെതിരെയാണ്. പക്ഷെ അത് ആ തരത്തിൽ എടുക്കാൻ നേതൃത്വം തയ്യാറായില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം ഈ തങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന സംഘടനയിൽ നിന്നുകൊണ്ട് നീതി ലഭ്യമാക്കും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ചു പുലർത്തിക്കൊണ്ടാണ് ലേഖനം അവസാനിപ്പിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് നടപടിക്ക് വിധേയരായി മിണ്ടാതിരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ മുഫീദ തസ്നി, ഹരിതയുടെ നേതാവ്, നടത്തുന്നത്. ധന്യ. ഇത് പോരാളികളുടെ പക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നും കൂടി പറയുന്നുണ്ട്. ഏതിലത് വന്നത്? മാധ്യമം ദിനപത്രത്തിന്റെ വന്ന ലേഖനത്തിലാണ് ഗോപി ഇത്തരം ഒരു പരാമർശമുള്ളത്. വിശദമായ ഒരു ലേഖനമാണ് മാധ്യമം പത്രത്തിൽ അവർ എഴുതിയിരിക്കുന്നത്. അതിൽ ഹരിതയുടെ ചരിത്രവും ഹരിത തുടങ്ങാനുണ്ടായ സാഹചര്യവും ഏത് ലക്ഷ്യത്തോടു കൂടിയാണ് ഹരിത തുടങ്ങിയതെന്നും ആ തുടങ്ങിയതിനു ശേഷം ഹരിത എന്ത് നേട്ടമാണ് ക്യാമ്പസുകൾക്കകത്തും പുറത്തുമൊക്കെ MSFനും ലീഗ് രാഷ്ട്രീയത്തിനും ഉണ്ടാക്കി കൊടുത്തതെന്നുമൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് ഈ നടപടിക്കെതിരെയുള്ള ചോദ്യങ്ങൾ, വിമർശനങ്ങൾ ഉയർത്തുന്ന പരാമർശങ്ങൾ ഉള്ളത്. ഗോപി, ഷൈദാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകാം. ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയുടെ കടൽമുഖം വീതി കൂട്ടുന്നതിന്റെ മറവിൽ വ്യാപക ഖനനം. CRZ പരിധിയിൽ 2.5 അടി മണൽ മാത്രം വെട്ടിമാറ്റേണ്ട ഇടത്താണ് സെഷൻ ഡ്രഡ്ജറുകൾ ഉപയോഗിച്ചുള്ള കരിമണൽ ഖനനം. മണലൂറ്റൽ മൂലം പൊഴിയിൽ വലിയ കുഴികൾ രൂപപ്പെടുകയും കരിമണൽ വൻതോതിൽ വന്നടിയുകയുമാണ്. അതേസമയം മണൽ നീക്കുകയാണ് ചെയ്യുന്നതെന്നും ഖനനം നടക്കുന്നില്ല എന്നും ജില്ലാ ഭരണകൂടം ആവർത്തിച്ചു. ന്യൂസ് 18 ഫോളോ അപ്പ്. തോട്ടപ്പള്ളിയിലെ ഖനനമല്ല നടക്കുന്നത്,
മണൽ ഖനനമോ കരിമണൽ ഖനനമോ അല്ല അവിടെ നടക്കുന്നത്. അവിടെ ഒരു സ്വാഭാവിക നീരൊഴുക്കിൻ്റെ ഒരു പൊഴിമുഖമുണ്ട്. ആ പൊഴിമുഖം സാധാരണഗതിയിൽ മഴയില്ലാത്ത സമയം, ഒഴുക്കില്ലാത്ത സമയം അത് അടയുകയാണ് ചെയ്യുന്നത്. മണ്ണ് വന്ന് അടയും. അപ്പോൾ മഴ പെയ്യുമ്പം കുട്ടനാടും പമ്പയാറിലും അച്ചൻകോവിലാറിൽ നിന്ന് വരുന്ന വെള്ളം കടലിലോട്ട് ഒഴുകി പോകണമെങ്കിൽ ആ അടഞ്ഞിരിക്കുന്ന മണൽ മാറ്റിയാൽ ഈ വെള്ളം ഒഴുകി പോകത്തുള്ളൂ. അപ്പം ആ പ്രോസസ്സ് നമ്മൾ മണൽ മാറ്റി കൊടുക്കുന്നു. മണൽ മാറ്റി സൈഡിലിടുന്നു. ആ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. സ്പിൽവേയുടെ കടൽമുഖം 2.5 അടി ആഴത്തിൽ 360 മീറ്റർ വീതി കൂട്ടാനായി മണൽത്തിട്ടകൾ വെട്ടിമാറ്റുക. ഇതാണ് ഖനനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന വിശദീകരണം. ഇനി ഈ ദൃശ്യങ്ങൾ കാണുക. മീറ്ററുകളോളം ദൂരത്തിൽ പൈപ്പുകൾ നാട്ടി വ്യാപക ഖനനം നടന്നതിന്റെ തെളിവുകളാണിവ. പൊഴിയുടെ തെക്കേ ഭാഗത്ത് JCB ഉപയോഗിച്ച് മണൽ വെട്ടിമാറ്റുമ്പോൾ വടക്കേ ഭാഗത്ത് വ്യാപക മണലൂറ്റിലാണ് നടക്കുന്നത്. ഖനനമില്ലെന്ന് ജില്ലാ കളക്ടർ ആവർത്തിക്കുമ്പോൾ ആഴത്തിൽ ഡ്രഡ്ജിംഗ് നടക്കുന്നുവെന്ന് KMML ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുന്നു. ഈ പൊഴിമുഖം എന്ന് പറയുന്നത് ആ ഭാഗമാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടുന്ന് മണ്ണെടുത്ത് പോകുന്നത്? അവിടെയൊക്കെ കുഴികളാണല്ലോ. അല്ല, ഇവിടെ ഡ്രഡ്ജിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് നിങ്ങൾ മണ്ണെടുക്കുന്നില്ല? പുറത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാക്കാനാവാത്ത വിധം നീളത്തിൽ പൈപ്പുകൾ സ്ഥാപിച്ച് പൊഴിയുടെ വടക്കുഭാഗത്തായാണ് ഖനനം പുരോഗമിക്കുന്നത്. സെക്ഷൻ ഡ്രഡ്ജറുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആഴത്തിലുള്ള കുഴികളിലേക്ക് കരിമണൽ നിക്ഷേപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. തീരപരിപാലന നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് തോട്ടപ്പള്ളിയിലെന്ന പരിസ്ഥിതി പ്രവർത്തകർ. സീ വാഷിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ആലപ്പാട് നിർത്തിവെച്ചതാ. സീ വാഷിംഗ് ഇവിടെ നടത്തുകയാണ്. ലോകത്തൊരിടത്തും പൊഴിമുഖത്ത് സീ വാഷിംഗ് നടത്തുന്നില്ല. കടലിൽ നിന്ന് മണൽ വരുവാണ്. നമ്മുടെ സ്പിൽവേയുടെ കിഴക്ക് ഭാഗത്തുള്ള 11 കിലോമീറ്റർ വീതിയിൽ 11 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന കനാലിന്റെ വീതി ഇപ്പോൾ 80 മീറ്ററാണ്. അത് 300 മീറ്ററായിട്ട് വീതി കൂട്ടാൻ പറഞ്ഞു. എവിടെ കൂട്ടി? അവിടെ വീതി കൂട്ടിയാലല്ലേ മണൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം വരത്തുള്ളൂ. ഇവിടെ വീതി കൂട്ടിയാലാണ് സംഭവിക്കുന്നത്. അവിടുന്ന് വെള്ളം വരികയല്ല, ഇവിടുന്ന് ഉപ്പുവെള്ളം അങ്ങോട്ട് കയറും. അതാണ് ഇവിടെ നടക്കുന്നത്. അതിലോല മേഖലയിൽ കോടികൾ ലാഭം കൊയ്യുന്ന ഖനനം പുരോഗമിക്കുമ്പോൾ കണ്ണടച്ച് ബോധപൂർവം ഇരുട്ടാക്കുകയാണ് സർക്കാർ. തോട്ടപ്പള്ളി സ്പിൽവേയുടെ കടൽമുഖം തുറക്കുന്നുവെന്നതിന്റെ വ്യാജേന വൻ കരിമണൽ ഖനനമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. സർക്കാരിന്റെ അറിവോടെയാണ് ഈ കൊള്ള എന്നതാണ് ഏറ്റവും ഗുരുതരം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. നിയമസഭാ കയ്യാങ്കളി കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട ഹർജിയിൽ ഉത്തരവ് ഇന്ന്. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കയ്യാങ്കളി കേസിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തലയും BJP അനുകൂല അഭിഭാഷക സംഘടനയും ഹർജി നൽകിയിട്ടുണ്ട്. കേസ് പിൻവലിക്കാനുള്ള സർക്കാർ നീക്കത്തെ അതിരൂക്ഷ ഭാഷയിലായിരുന്നു സുപ്രീം കോടതി വിമർശിച്ചത്. 2015 മാർച്ച് 13 ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ CPMന്റെ ജനകീയ പ്രതിഷേധം ഇന്ന്. കർഷക വിരുദ്ധ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധന തടയുക, തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സംസ്ഥാനത്തെ ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം നടത്തുമെന്ന് CPM സെക്രട്ടേറിയറ്റ് അറിയിച്ചു. സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ തിരുവനന്തപുരത്ത് സമരം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കി വിലക്കയറ്റത്തിനെതിരെ സംഘപരിവാർ സംഘടനയായ BMS ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധിക്കും. ജില്ലാസ്ഥാനങ്ങളിൽ സമരം നടത്താനാണ് നിർദ്ദേശം. പാചകവാതക വിലവർധനയിലും BMS കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും GST പരിധിയിൽ കൊണ്ടുവരണമെന്നും സർക്കാർ ആസ്തികൾ സ്വകാര്യ വിലയ്ക്ക് തുറന്നുകൊടുക്കുന്ന ദേശീയ ധനസമ്പാദന പദ്ധതി നടപ്പാക്കരുതെന്നും BMS ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ മാസം പാസാക്കിയ പ്രമേയം പ്രധാനമന്ത്രിക്ക് അയച്ചുകൊടുത്തെങ്കിലും സർക്കാർ ചർച്ചയ്ക്ക് ഇതുവരെ തയ്യാറായിട്ടില്ല. CPI സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവും അടുത്ത 2 ദിവസങ്ങളിൽ സംസ്ഥാന കൌൺസിലുമാണ് ചേരുന്നത്. ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ശിവരാമനെതിരെയുള്ള നടപടിയിൽ എക്സിക്യൂട്ടീവ് തീരുമാനമെടുക്കും. പാർട്ടി മുഖപത്രത്തെ വിമർശിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ട ശിവരാമന് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരുന്നു. നോട്ടീസിനുള്ള മറുപടിയിൽ ശിവരാമൻ ഖേദപ്രകടനവും നടത്തിയിരുന്നു. CPM പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കണ്ണൂർ ജില്ലയിലെ
3838 ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാവും. 225 ലോക്കൽ സമ്മേളനങ്ങൾ ഒക്ടോബറിലും 18 ഏരിയ സമ്മേളനങ്ങൾ നവംബറിലുമാണ് നടത്തുക. ജില്ലാ സമ്മേളനം ഡിസംബർ 10 മുതൽ 12 വരെ നടക്കും. സ്വാഗത സംഘ രൂപീകരണ യോഗം സെപ്റ്റംബർ 28 വൈകുന്നേരം 4 മണിക്ക് ബാങ്ക് ഹാളിൽ നടക്കും. 22ാം പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ 3655 ബ്രാഞ്ചുകളും 218 ലോക്കലുമാണ് ജില്ലയിലുണ്ടായിരുന്നത്. 4 വർഷത്തിനിടയിൽ 319 ബ്രാഞ്ചുകളും 7 ലോക്കൽ കമ്മിറ്റികളുമാണ് കൂടിയത്. കോൺഗ്രസിൽ രണ്ടാം ഘട്ട പുനഃസംഘടനാ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ മാസം 30-ന് മുൻപായി ഭാരവാഹികളെ നിശ്ചയിക്കാൻ നേതാക്കൾ ഇന്നലെ യോഗം ചേർന്നിരുന്നു. അതിനിടെ പുതിയ DCC അധ്യക്ഷന്മാരുടെ പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് തുടരുകയാണ്. രണ്ടാം ഘട്ട പുനഃസംഘടനയിൽ വെല്ലുവിളികളേറെയാണ്. ജംബോ കമ്മിറ്റി വെട്ടിക്കുറച്ചാണ് ഭാരവാഹികളെ നിശ്ചയിക്കേണ്ടത്. വൈസ് പ്രസിഡന്റ്മാർക്ക് പുറമെ 15 KPCC ഭാരവാഹികളും ഒരു ട്രഷററും അടങ്ങുന്നതാണ് ഇനിയുള്ള ഭാരവാഹികളുടെ എണ്ണം. ഈ തീരുമാനം നടപ്പിലായാൽ മുൻനിര നേതാക്കളിൽ പലരും ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരെ ഭാരവാഹികളാക്കേണ്ടതില്ല എന്ന ധാരണ ആദ്യമുണ്ടായെങ്കിലും ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാകാനാണ് സാധ്യത. സ്ഥാനമൊഴിഞ്ഞ എല്ലാ DCC പ്രസിഡന്റുമാർക്കും പരിഗണന നൽകാനാവില്ല. തുടർ ചർച്ചകളിൽ നിലവിലുള്ള മാനദണ്ഡത്തിൽ മാറ്റം വരുത്തിയേക്കുമെന്നാണ് സൂചന. ഈ മാസം 30-ന് മുൻപായി ഭാരവാഹികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം. KPCC നേതൃത്വം പുനഃസംഘടന സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തി. ഇതിനിടെ പുതിയ DCC അധ്യക്ഷന്മാരുടെ പരിശീലനം തിരുവനന്തപുരത്ത് തുടരുകയാണ്. സെമി കേഡർ സംവിധാനത്തിലേക്ക് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം മാറ്റിയെടുക്കാനുള്ള നിർദ്ദേശങ്ങളാണ് പരിശീലനത്തിൽ നൽകുന്നത്. മാധ്യമങ്ങൾക്കോ മറ്റു നേതാക്കൾക്കോ പ്രവേശനം അനുവദിക്കാതെയാണ് പരിശീലന പരിപാടി നെയ്യാർ ഡാമിലെ രാജീവ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ തുടരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ അജിത തങ്കപ്പൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പ്രതിപക്ഷ കൗൺസിലർമാരിൽ നിന്ന് ജീവന ഭീഷണിയുണ്ടെന്ന് ആരോപിച്ചാണ് കോടതിയെ സമീപിച്ചത്. പ്രതിപക്ഷ കൗൺസിലർമാർ തന്നെ തടഞ്ഞുവെച്ച് കൈയേറ്റം ചെയ്തതായും ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. നഗരസഭയുടെ സുഗമമായ നടത്തിപ്പിനാവശ്യമായ സുരക്ഷ ഒരുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് പോലീസ് പാലിക്കുന്നില്ല എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനാണ് ഹർജി പരിഗണിക്കുക. പണക്കിഴി വിവാദത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. പാട്ടുപാടാൻ ഒരു സൈക്കിൾ റിപ്പയറിംഗ് ഷോപ്പ്. വയനാട് കൽപ്പറ്റയിലെ പ്രേംജിത്തിന്റെ സൈക്കിൾ വർക്ക്ഷോപ്പാണ് വൈകുന്നേരങ്ങളിൽ പാട്ട് സ്നേഹികളുടെ താവളമാകുന്നത്. കൽപ്പറ്റയിൽ നിന്നും രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏതെങ്കിലും തട്ടുകുളിപ്പൻ മ്യൂസിക് ആൽബത്തിന്റെ സെറ്റാണെന്ന് കരുതണ്ട. ഇത് വയനാട് കൽപ്പറ്റയിലെ പ്രേംജിത്തിന്റെ സൈക്കിൾ വർക്ക്ഷോപ്പാണ്. ദിലീപ് എന്ന് കൂട്ടുകാർ വിളിക്കുന്ന പ്രേംജിത്തിന് സൈക്കിളും പാട്ടും ഒരുപോലെയാണ്. ജില്ലയിലെ സൈക്കിൾ സഞ്ചാരികളുടെ കൂട്ടായ്മയായ വയനാട് റൈഡേഴ്സ് ക്ലബിന്റെ പ്രധാന സംഘാടകനും കൂടിയാണ് ദിലീപ്. ദിലീപിന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കെത്തിയ സൈക്കിളുകളോടൊപ്പം ഈ ലോക്ക്ഡൌൺ കാലത്ത് പാട്ടും നിറയുകയാണ്. ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഇരിക്കും. സൈക്ലിങ്ങും നന്നാക്കാനുള്ള സൈക്കിൾ നന്നാക്കാനുള്ള കാര്യങ്ങളും ഉണ്ടാവും. അതിൻ്റെ കൂടെ കുറച്ച് പാട്ടുമൊക്കെ ആയിട്ട് ഞാനും സുഹൃത്തുക്കളും എല്ലാവരും ഇരിക്കും. അപ്പം ചെറുപ്പം പോലുള്ള ചെറുപ്പത്തിലുള്ള കുറച്ച് സുഹൃത്തുക്കളാണ് കൂടെ ഉള്ളത്. കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്യൂണായ പ്രേംജിത്തിന് വാടക വീടിന് സമീപത്തുള്ള സൈക്കിൾ വർക്ക്ഷോപ്പ് സൗജന്യ സേവനത്തിലാണ്. പാട്ടും സൈക്ലിംഗും ഇഷ്ടമുള്ള കൂട്ടുകാർ അങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തും. സൈക്കിളിന്റെ റിപ്പയർ ആയിട്ട് ഇവിടെ വരുമ്പോൾ ദിലീപ് ഇങ്ങനെ പാട്ട് പാടും. അപ്പോൾ പിന്നെ ദിലീപ് ഞങ്ങളെയും പഠിപ്പിക്കാൻ തുടങ്ങി പാട്ട്. അങ്ങനെയാണ് പാട്ടിലേക്ക് വന്നത്. കുട്ടികളും വലിയവരുമടക്കം നിരവധി പേർ സൗജന്യമായി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നുണ്ട് ദിലീപിനൊപ്പം. വരുന്നവർക്ക് വേണമെങ്കിൽ അല്പം പാട്ടും പഠിക്കാം. അന്താരാഷ്ട്ര നിലവാരമുള്ള സൈക്ലിംഗ് ട്രാക്കുള്ള വയനാട്ടിലെത്തുന്ന സഞ്ചാരികൾക്ക് കഴിയുന്നത്ര സഹായം ചെയ്യണമെന്നാണ് പ്രേംജിത്തിന്റെയും വയനാട് റൈഡേഴ്സ് എന്ന ഈ കൂട്ടായ്മയുടെയും ലക്ഷ്യം. രതീഷ് വാസുദേവൻ, ന്യൂസ് 18 വയനാട്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എത്താം. ഒരിടവേള.
ഹരിയാനയിലെ കർണാലിൽ പ്രതിഷേധം ശക്തമാക്കി കർഷകർ. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയും പരാജയപ്പെട്ടതോടെയാണ് പ്രതിഷേധം കടുപ്പിക്കുന്നത്. കർഷകർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ മിനി സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടാണ് മഹാപഞ്ചായത്ത് തുടരുന്നത്. ഹരിയാനയിൽ ആഗസ്റ്റ് 28-നാണ് കർഷകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക, മരിച്ച കർഷകന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ ധനസഹായം നൽകുക, പരുക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതം അടിയന്തര സഹായം ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് കർണാലിൽ മിനി സെക്രട്ടേറിയറ്റ് ഉപരോധം തുടരുന്നത്. കഴിഞ്ഞ ദിവസം കർഷക നേതാക്കളുമായി ജില്ലാ ഭരണകൂടം വീണ്ടും ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. പോലീസ് നടപടിയെ ന്യായീകരിക്കുകയാണ് ജില്ലാ ഭരണകൂടം ചെയ്യുന്നതെന്ന് സംയുക്ത കിസാൻ മോർച്ച നേതാവ് രാകേഷ് തിക്കായത്ത് പറഞ്ഞു. സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുന്നതെന്നും ചണ്ഡീഗഡിൽ നിന്നാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. യോഗം ചേർന്ന് തുടർ പരിപാടികൾ ആലോചിക്കുമെന്നും ധർണ തുടരുമെന്നും തിക്കായത്ത് കൂട്ടിച്ചേർത്തു. अधिकारी पूर्ण रूप से उस अधिकारी को बचाने का पक्षधर कर रहे हैं, उस पर मुकदमा लिखने को तैयार नहीं है, उसको सस्पेंड करने के लिए तैयार नहीं है. രാകേഷ് തിക്കായത്തിന് പുറമെ യോഗേന്ദ്ര യാദവ് അടക്കമുള്ള നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മഹാപഞ്ചായത്ത് തുടരുന്ന പശ്ചാത്തലത്തിൽ കർണാൽ ഉൾപ്പെടെ 4 ജില്ലകളിൽ ഏർപ്പെടുത്തിയിരുന്ന ഇന്റർനെറ്റ് വിലക്ക് ഹരിയാന സർക്കാർ നീട്ടിയിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. 13ാമത് ബ്രിക്സ് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഓൺലൈനായി നടക്കും. അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യവും ചർച്ചയാകും. തീവ്രവിഭാഗമായ ഹഖാനി ശൃംഖലയെ ഉൾപ്പെടുത്തി ഇടക്കാല മന്ത്രിസഭ രൂപീകരിച്ചതിൽ ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ട്. ഭീകരതയ്ക്കെതിരായ പോരാട്ടം, UN അടക്കം രാജ്യാന്തര സംഘടനകളുടെ പരിഷ്കരണം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടാൻ ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ ഉപയോഗം, മാനവശേഷിയുടെ പരസ്പര കൈമാറ്റം എന്നിവയാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ മുഖ്യ അജണ്ട. കോവിഡ് സാഹചര്യവും ചർച്ചയാകുന്നുണ്ട്. മോദി 2ാം തവണയാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ അധ്യക്ഷ പദവി വഹിക്കുന്നത്.